അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും വെരി ഹെൽത്തിയും അതേപോലെ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, രക്തക്കുറവ്, ക്ഷീണം എല്ലാം അകറ്റാനായിട്ട് നല്ല അടിപൊളി ഒരു വെള്ളത്തിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. ഇത് നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളാണ് ഹെൽത്തിന്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ദാഹത്തിനും അതേപോലെ നമുക്ക് എനർജി ഉണ്ടാവാനൊക്കെ അടിപൊളിയാണ് ഈ ഒരു വെള്ളം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നെല്ലിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മളിതിലേക്ക് ഒരു ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി ഐസ് ക്യൂബാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ദാഹിക്കുമ്പോഴും നമുക്ക് ഐസ് ക്യൂബ് 3-4 ഐസ് ക്യൂബ് ഇട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് നമുക്കത് കുടിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന പ്രോബ്ലത്തിനൊക്കെ നല്ല സൊല്യൂഷനാണ്. നിങ്ങളിത് നിർബന്ധമായിട്ടും കുടിച്ചിരിക്കേണ്ട വെള്ളമാണ്. അതിപ്പോൾ നമ്മൾ റമദാനിലായാലും റമദാൻ ഇല്ലാത്തപ്പോഴായാലും നമ്മൾക്ക് എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ വെള്ളമാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് ഹെൽത്താണ് നമ്മൾക്ക് ഈ ഒരു വെള്ളം കുടിക്കുന്നത് കൊണ്ട്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും കുടിക്കുക. പലവിധ അസുഖങ്ങളും ഇപ്പോൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രതിരോധ ശേഷിയാണ്. അപ്പോൾ അതിന് ഈ ഒരു വെള്ളം ഏറ്റവും ബെനിഫിറ്റാണ്. ഇത് നമ്മൾക്ക് വീഡിയോ വൈറലാക്കാനോ വീഡിയോക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെല്ലാം കൂട്ടുന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. ഇതിൽ നമ്മൾ വേറെ ഒരു അൺഹെൽത്തിയും കൂട്ടുന്നില്ല. പിന്നെ നമ്മൾക്ക് ശ്വാസത്തിനും ബ്രോങ്കൈറ്റിസിനൊക്കെ ഏറ്റവും നല്ലതാണ് ഏലക്ക. അപ്പോൾ ഈ ഒരു ഏലക്ക നമ്മൾ ഒരു പിടിയോളം നമ്മൾ ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്ക നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പുതിന ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് നല്ലത് നമ്മളുടെ വീട്ടിൽ തന്നെ നട്ട് വളർത്തിയ ഇലകൾ എടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഇല ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് വേണ്ടത് കുക്കമ്പറാണ്. അപ്പോൾ കുക്കമ്പർ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ കുറച്ച് വിനീഗർ വെള്ളത്തിൽ ഇട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളം പൈപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ആ വെള്ളം ഒലിച്ചു പോകുന്ന രൂപത്തിൽ വേണം നമ്മളിത് കഴുകിയെടുക്കാനായിട്ട്. പാത്രത്തിലിട്ടിട്ട് നമ്മൾ കഴുകിയെടുക്കരുത്. ഇത് വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന രൂപത്തിൽ നമ്മൾ കഴുകിയെടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടും നന്നായിട്ട് ഉരച്ച് കഴുകിയെടുക്കാം. എന്നുവെച്ചാൽ ഈ കുക്കമ്പറിലൊക്കെ ഒരുപാട് കെമിക്കലൊക്കെ അവർ വാടിപ്പോവാതിരിക്കാനൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടും. ഒരുപാട് കെമിക്കലും കാര്യങ്ങളും ഒന്നും ഇവിടെ വരുന്നില്ല. ഇതൊക്കെ ഒമാനിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഈ കുക്കമ്പറൊക്കെ. അത് കാരണം നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം, ഒരു പേടിയില്ലാതെ. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് കഫക്കെട്ടും അതേപോലെ തന്നെ ശ്വാസത്തിനും അതേപോലെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര വൈറൽ ഫീവർ അതേപോലെ തന്നെ പലവിധ രോഗങ്ങളും ഈ ഒരു കൊറോണ കാലം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും പടർന്നു പിടിക്കുന്നുണ്ട്. അതിന് നമ്മൾക്ക് ഈ ഒരു വെള്ളം ഏറ്റവും നല്ലതാണ്. നിങ്ങൾ ഡെയിലി ഈ ഒരു വെള്ളം ഒരു 4 ഐസ് ക്യൂബ് ഇട്ടിട്ട് ഈ വെള്ളം നിങ്ങൾ നിർബന്ധമായിട്ട് കുടിക്കുക. നമ്മളുടെ ആരോഗ്യം നമ്മൾ നോക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചിയാ സീഡ് 1 മണിക്കൂറായി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചധികം തന്നെ നമ്മൾ ആ ഒരു ചിയാ സീഡും കൂട്ടുന്നുണ്ട്. അതേപോലെ 2 ലെമൺ കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വലിയ ലെമണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അതേപോലെ ഷുഗർ ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും അതേപോലെ തന്നെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ് ഇപ്പോൾ എല്ലാവർക്കും നല്ലതാണ് ഈ ഒരു വെള്ളം കുടിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുക്കമ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നെല്ലിക്ക, ഇഞ്ചി എല്ലാം കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് നന്നായിട്ട് അരച്ചെടുക്കുന്നത്. അതിൻ്റെ ഒരു ജ്യൂസാണ് നമ്മൾ എടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല ജ്യൂസായിട്ട് തന്നെ കിട്ടും. നമുക്ക് അതേപോലെ തന്നെ ഏലക്ക, പുതിനയിലൊക്കെ നിങ്ങൾക്കറിയാം ആരോഗ്യത്തിന് ഏറ്റവും ഹെൽത്തി ആണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വെള്ളം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെച്ചിട്ട് കുടിക്കുക. റമദാനിലൊക്കെ ഇനി നല്ല ചൂടൊക്കെ ആയിരിക്കും. അപ്പോൾ ഒരുപാട് പേർക്ക് മൂത്രത്തിനും മറ്റുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വെള്ളം ഇപ്പോഴേ തന്നെ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം വരുമ്പോഴത്തേക്കും നല്ല എനർജിയും ആരോഗ്യവും എല്ലാം ഉണ്ടാവും. അതേപോലെ നമ്മളുടെ ശരീരത്തിലും തോലിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുക്കമ്പർ നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ കുക്കമ്പർ എന്ന് പറയുന്നത് നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ വെള്ളം നിൽക്കുന്നൊരു സംഭവമാണ്. അതേപോലെ കുറേ ആൾക്കാർക്കൊക്കെ മൂത്രത്തേക്കല്ല് അതുപോലെ പല പ്രോബ്ലംസ് ഉണ്ട്. എല്ലാത്തിനും ഈ ഒരു വെള്ളം ഏറ്റവും നല്ലതാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും റമദാനിന് മുൻപ് ഈ ഒരു വെള്ളം നിങ്ങൾ ഉണ്ടാക്കി കുടിക്കുക.
നമ്മളിതുപോലെ ജ്യൂസ് അടിച്ച് കുടിച്ചിട്ട് കാര്യമില്ല. ജ്യൂസല്ല, ഏറ്റവും നമ്മൾക്ക് ഇമ്പോർട്ടൻറ്റ് വെള്ളമാണ്. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ശരിക്കും നമ്മളുടെ ശരീരത്തിൽ അംശം നിൽക്കും. ഇതേപോലെ നമ്മൾ വെള്ളം ഡെയിലി കുടിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു മാസം കണ്ടിന്യൂസ് നമ്മൾ കുടിക്കണം. നമ്മൾ 4-5 ദിവസം കുടിച്ചിട്ട് നമ്മൾ നിർത്തിയിട്ട് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിത് കുടിക്കുമ്പോൾ ഒരു മാസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുടിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികമായിട്ട് തന്നെ നമ്മൾക്ക് ഇതേപോലെ ഐസ് ക്യൂബ് ഉണ്ടാക്കി വെക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പാത്രങ്ങളിലാക്കി നമുക്ക് വെച്ചിട്ട് അത് പൊട്ടിച്ചതിന് ശേഷം നമ്മൾക്കൊരു കണ്ടെയ്നറിലേക്ക് നമ്മൾക്ക് ആക്കി വെക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ ഈ ഒരു കവറിലേക്കും ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഫുള്ളായിട്ട് നമ്മൾക്ക് ഐസ് ക്യൂബ് ബോക്സ് ഇല്ല. അപ്പോൾ ഇതേപോലെ കവറിലേക്കും ആക്കി വെച്ചിട്ട് നമ്മളത് പൊട്ടിച്ച് നല്ല ഐസ് കട്ടായി കഴിഞ്ഞതിന് ശേഷം പൊട്ടിച്ച് നമുക്ക് ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങളെല്ലാവരും കുടിക്കുക. പിന്നെ പ്രത്യേകമായിട്ട് നമ്മളിതിൽ മധുരം ചേർക്കരുത്. മധുരം ചേർക്കാതെ വേണം നമ്മളിത് കുടിക്കാൻ. കുട്ടികൾക്ക് മധുരമില്ലാതെ പറ്റില്ല, അവർക്ക് ഇത്തിരി മധുരം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വലിയവർ കഴിക്കുമ്പോൾ ഒരിക്കലും മധുരം ചേർക്കാതെ ഫ്രഷായിട്ട് തന്നെ കുടിക്കാൻ ശ്രമിക്കുക. ഏറ്റവും ആരോഗ്യമുള്ള ഈ ഒരു വെള്ളം നിങ്ങളെല്ലാവരും ദിവസവും കുടിക്കാൻ ശ്രമിക്കുക. നമ്മളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് കാണാം.